ദൈവനാമത്തിന് മഹത്വം. ഞങ്ങളുടെ കപ്പൽ യാത്രയുടെ രണ്ടാമത്തെ ദിനമാണെന്ന്. ഇന്നലെ ഏതൻസിൽ നിന്നും, ബൈബിളിലെ അഥേനയിൽ നിന്നും യാത്ര തിരിച്ച് ഞങ്ങൾ ഗ്രീസിൻ്റെ മറ്റൊരു ദ്വീപായ മിക്കണോസിലെത്തി. ഇന്ന് രാവിലെ ഈ പ്രശസ്തമായ പുരാതന നഗരത്തിലെത്തി. കുസദാസി എന്നാണ് ഈ പട്ടണത്തിൻ്റെ പേര്. വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു പട്ടണമാണ് കുസദാസി. ഈ നഗരം വളരെ പുരാതനമായ ഒരു നഗരമാണ്. ഇതിനോട് ചേർന്നുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് എഫെസസ്. ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു നഗരമാണ് എഫെസസ്, പുരാതന നഗരം. ആ നഗരത്തിൻ്റെ പുരാതനമായ നാഗരികത ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ട്. അന്നത്തെ ആരാധനാ കേന്ദ്രമായ ആർത്തമിസ് ദേവിയുടെ ക്ഷേത്രം, അന്നത്തെ കൈസറിൻ്റെ അരമനകൾ, ക്ഷേത്രങ്ങൾ, അധികാര കേന്ദ്രങ്ങൾ, അതിൻ്റെ അവശിഷ്ടങ്ങൾ, റോമൻ തിയേറ്റർ, അതെല്ലാം ഇന്നും അവിടെയുണ്ട്. ഈ കുസദാസിയുടെ ഏറ്റവും മുകളിലായി ഒരു പള്ളിയാണ് സെൻറ്റ് ജോൺസ് ബസലിക്ക. അപ്പോൾ തന്നെ ഈ കുസദാസി ഒരു വലിയ തുറമുഖ പട്ടണമാണ്. അനേക കപ്പലുകൾ ഓരോ ദിവസവും വരുന്നു. അനേക യാത്രികർ ഇവിടെ വന്ന് അതേ ഉല്ലസിക്കുന്നു, തിരിച്ചു പോകുന്നു. ഈ കാണുന്ന കുസദാസി പട്ടണത്തോട് ചേർന്നാണ് പുരാതനമായ എഫെസോസ് നഗരം. എന്നാൽ ആ എഫെസോസ് നഗരത്തിൽ അന്ന് ആളുകൾ അവരുടെ കച്ചവടങ്ങൾ നടത്തിയിരുന്നത്, യാത്ര ചെയ്തിരുന്നത് ഈ തീരത്ത് നിന്നായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് ഈ തീരത്ത് നിന്നാണ് പലയിടങ്ങളിലേക്ക് പോയത്. അപ്പോസ്തലനായ പൗലോസിനോടൊപ്പം അക്വിലാവ്, പ്രിസ്കില്ല, അപ്പല്ലോസ്, അതുപോലെ അനേക ദൈവഭൃത്യന്മാർ ഈ പട്ടണത്തിൽ നിന്ന് ശുശ്രൂഷിക്കുകയും അനേക ഇടങ്ങളിലേക്ക് പോയി. ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ് എഫെസോസ് ലേഖനം. ക്രൈസ്തവ ചരിത്രം അവിടെ കൊണ്ട് തീരുന്നില്ല. ഈ പട്ടണത്തെ ഇളക്കി മറിച്ച് ശുശ്രൂഷ ചെയ്തൊരു ദൈവഭൃത്യനാണ് യോഹന്നാൻ അപ്പോസ്തലൻ. യോഹന്നാൻ അപ്പോസ്തലൻ യേശു കർത്താവിൻ്റെ അമ്മ മറിയുമായി ഈ പട്ടണത്തിലാണ് വന്നത്. എന്നാൽ അവർ താമസിച്ചത് ഒരു പട്ടണത്തിലല്ല. ഇവിടെ നിന്ന് മൈലുകൾ നടന്നു പോകാൻ കഴിയാത്ത ഒരു വലിയ കുന്നിൻ്റെ മുകളിലാണ് അന്ത്യകാലങ്ങൾ അവർ താമസിച്ചത്. അവിടെയും ഒരു പള്ളിയുണ്ട്. എന്നാൽ യോഹന്നാൻ അപ്പോസ്തലനെ ഇവിടെ നിന്ന് അന്നത്തെ കൈസർ തടവിലാക്കുക മാത്രമല്ല, തിളച്ച എണ്ണയിലിട്ട് കൊല്ലുവാൻ ശ്രമിച്ചു. അത് നടക്കാതെ വന്നപ്പോൾ ഈ തീരത്ത് നിന്ന് ഇതിനടുത്തുള്ള മറ്റൊരു തീരമാകുന്ന ദ്വീപാകുന്ന പത്മോസിലേക്ക്, അതേ ഏകാന്ത തടവുകാരനായി ഇവിടെ നിന്നും കയറ്റി അയക്കുവാനിടയായി. ഞങ്ങൾ ഇന്ന് വൈകിട്ട് അവിടെ പോകുന്നുണ്ട്. ഈ യാത്ര നിങ്ങൾക്കും അനുഗ്രഹമായി തീരട്ടെ.